നമ്മളൊരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ എന്നെ കുത്തി എഴുന്നേൽപ്പിച്ചിട്ട് ഇവർ ഗുരുവായൂർക്കുണ്ട്. എന്തിനാ കാര്യം? നമ്മളെ ജയറാമിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നല്ലോ, കാളിദാസൻ്റെ. അപ്പോൾ കല്യാണം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാതി ഉറക്കത്തുനിന്നാലും എഴുന്നേറ്റ് കുളിച്ച് വേഗം തന്നെ കല്യാണത്തിനൊക്കെ പോയിട്ടാണ്. അപ്പോൾ അവരെല്ലാവരും കണ്ടു, സുരേഷ് ഗോപിനെയും എല്ലാവരും കണ്ടു. പിന്നെ ഒരിത് ഗുരുവായൂരല്ലേ, എല്ലാവർക്കും വരാമല്ലോ. ആ ഒരു ഇതിൽ കല്യാണം കണ്ടു. അത് കഴിഞ്ഞ് വന്നു. പിന്നെ അവരെവിടെയോ വേറെ ഏതൊരു അമ്പലത്തിലും കൂടി പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. പൊന്നു കുറേ വട്ടം എന്നെ വിളിച്ചു, വീഡിയോ എടുക്കുക. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. കാരണം ശ്രദ്ധിക്കണം, നേരത്തെ എഴുന്നേറ്റു. പിന്നെ കാത്തൂനായിട്ടുള്ള മൽപ്പിടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ചാവക്കാട് പോകണം. ചാവക്കാട് വരുന്നല്ല, മീൻ വാങ്ങണം. ഇപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയ കാരണം ഫുഡ് ഭയങ്കര നമുക്ക് എണ്ണം പറഞ്ഞ ഫുഡുകളാണ് ഇപ്പോൾ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം ചാടിപ്പറഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്തു, റൈസ് കുറച്ചാക്കി, പിന്നെ എഗ്ഗ് കൂട്ടി, അങ്ങനെ എല്ലാ മാറ്റങ്ങൾ വന്നപ്പോൾ നമുക്ക് ഫിഷ് അതിൽ അനിവാര്യമായ ഒരു ഘടകം തന്നെയായിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോകണം. അപ്പോൾ പൊന്നും കാത്തും അവിടെ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കാണാം. അപ്പോൾ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ അന്നലത്തെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ കാണട്ടെ. പക്ഷേ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. എത്ര മീഡിയക്കാരാ, അവരുടെ ഇടയിൽ കൂടെ ഞാൻ ഉന്തിക്കേറി ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തു. പക്ഷേ ഒരു കാര്യം വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഒക്കയിൽ കയ്യും ഫോണും മാത്രമേ ഉള്ളൂ. അവരെ കണ്ടിട്ട് തന്നെ ഇല്ല. അപ്പോൾ സുരേഷ് ഗോപിനെ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാ. മറ്റവരൊന്നും വീഡിയോ എടുക്കാനും ഇല്ല. കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ തീരെ പറ്റിയില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഞാൻ അവിടെ നിന്ന് പോന്നു. ഫുൾ സാഡായി. കാരണം വന്ന് നോക്കിയപ്പോൾ അല്ലേ, ഫോണിലൊന്നും അവരെ കാണാനില്ല. ക്യാമറമാൻമാരുടെ കൈ, തല, ഇത് മാത്രം. അതൊക്കെ ഓരോരുത്തർ കാണാം. എന്നെക്കാട്ടി ഗംഭീരമായിട്ടാ. അപ്പോൾ എനിക്ക് എത്തണ്ടേ, ഞാൻ അങ്ങനെ എത്തിപ്പിടിച്ചിട്ടൊക്കെ ഞാൻ എടുക്കല്ലേ. പക്ഷേ നോ രക്ഷ. അപ്പോൾ അത് ഫ്ലോപ്പായി. അപ്പോൾ ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പക്ഷേ എനിക്ക് ഒന്നാമത് ഇങ്ങനെ പോകണം ഭയങ്കര ചടപ്പുള്ള പരിപാടിയാണ്. അത്രയും തിരക്ക്. പിന്നെ അവർ തൊഴാൻ കയറിയപ്പോഴായാലും എനിക്ക് പുറത്ത് നിൽക്കണം. എനിക്കതൊക്കെ ഭയങ്കര എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അവരാഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുത്തു. അങ്ങനെ ഉറക്കം കഴിഞ്ഞിട്ട് ഇനി എത്തിയിട്ട് പൊന്നൂനെ നോക്കി നോക്കട്ടെ ഏട്ടാ, അവിടെ എന്താ ചെയ്യണേന്നുള്ളത്. നമുക്ക് പോയി നോക്കാം പൊന്നൂൻ്റെ അടുത്തേക്ക്. ഓക്കെ, ക്യാമറ തിരിയൂ. അപ്പോൾ നമുക്ക് പോവാം. അവിടേക്ക് പോയിട്ട് പൊന്നൂനെ നോക്കി നോക്കട്ടെ. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക തോന്നും. ഞാൻ നോക്കി നോക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. പൊന്നൂനെ കാണുന്നതിന് മുന്നേ നമ്മൾ ഗുരുവായൂർ പോയതും പിന്നെ ആ രാവിലെ വേറെ ഏതൊരു അമ്പലം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നു. അവിടെ പോയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഓക്കെ, പൊന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊന്ന് കണ്ടിട്ട് പോകാം. കാരണം ഞാൻ ഡബ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അവിടുത്തെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഞാൻ ഡബ് ചെയ്യാം. അപ്പോൾ കുറച്ച് രസമാണ്, കണ്ടോക്ക്, എന്നിട്ട് പറയാം അഭിപ്രായം. ഓക്കെ, പോയി കണ്ടിട്ട് വാ. അങ്ങനെ ഞാൻ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റുണ്ട്. കറക്റ്റ് ടൈം പറഞ്ഞ് 4 മണിക്ക് എഴുന്നേറ്റുണ്ട് കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മൾ കാത്തുമ്മ പെബിയും കൂട്ടി നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം പോയപ്പോൾ അമ്മയൊക്കെ ബാത്റൂമിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം സെറ്റിയും പോയി ഇടുന്ന് ഉറങ്ങി. പല്ല കഴിച്ചിട്ട് ഞാൻ സെറ്റിയും ഇടുന്ന് ഉറങ്ങി. അങ്ങനെ അമ്മ വന്നിട്ട് എഴുന്നേക്ക് കുളിക്ക് പോകണ്ടേ പറഞ്ഞു. ഞാൻ വേഗം ഡ്രസ്സൊക്കെ എടുത്ത് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രൊഡക്റ്റുള്ള പേരോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പ്രമോഷൻ കിട്ടിയ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ ബേബി ക്രീം മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. അടിപൊളി സാധനമാണ്. നമ്മുടെ ഫേസിൻ്റെ തൊലി പൂവ് കാര്യങ്ങളൊന്നുമില്ല, നന്നായി മോയ്സ്ചറൈസ് ചെയ്തിരിക്കും ഫേസ്. അപ്പം അതൊക്കെ ഞാൻ യൂസ് ചെയ്തു. പിന്നെ അമ്മേരെ ഒരു ഫൗണ്ടേഷൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ട് ഞാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഓടുന്നുണ്ടായിരുന്നില്ല, ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തത്. ഇവിടെ തന്നെ എൻ്റെ പ്രമോഷന് കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചൊന്നും ഇതിലുണ്ടോ? ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്. ഞാനെന്ന് വെച്ചാൽ അമ്മ പൈസ കൊടുത്ത് മേടിച്ചത്. ബാക്കിയൊക്കെ പ്രമോഷൻ കിട്ടിയാട്ടാ. പിന്നെ ബ്ലൂ ഹെവൻ എന്നാണ് തോന്നുന്നു ഈ ബ്ലഷിൻ്റെ ഹൈലൈറ്ററിൻ്റെ ഒക്കെ. ഇത് ഒറ്റ സെറ്റാണ്. അതിൽ ബ്ലഷിൻ്റെ ഹൈലൈറ്റർ ഉണ്ട്, കോണ്ടൂറിങ്ങിൻ്റെ ബോക്സ് ഉണ്ട്. പക്ഷെ നല്ലതായിട്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഫേസിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ഐ ഷെയ്ഡായിട്ടും ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇവിടെ ഐ ഷെയ്ഡ് ബോക്സ് തീർന്നിരിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യാറ്.
അപ്പോൾ അത് ഞാൻ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഞങ്ങൾ പിന്നെ കുറച്ച് അധികം ഇടും. നമ്മൾ കുറച്ച് ചിലരൊഴിക്കും നിങ്ങൾ എന്തോരം മേക്കപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പുട്ടി അടിച്ച് നടക്കാമെന്നൊക്കെ. നമ്മൾ ഒരുപാട് പുട്ടി അടിക്കണമെന്നില്ല, കുറച്ച് മേക്കപ്പ് ചെയ്തിട്ടാണെങ്കിലും ലിപ്സ്റ്റിക്ക് നന്നായിട്ട് കൊടുത്താൽ നമ്മളെ ഫേസ് ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സെറ്റ് മുണ്ട് എടുത്തു. ഞാനും അമ്മയും കൂടിയിട്ട് ഒരു സാധാ സെറ്റ് മുണ്ടാട്ടോ എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ സെറ്റ് മുണ്ട്. കൂടുതൽ ഇഷ്ടം തുടങ്ങിയത് ഞാൻ എൻ്റെ വീടിൻ്റെ പാലാച്ചലിൻ്റെ അന്ന് കഴിഞ്ഞോട്ട് ഒരുപാട് റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര രസമുണ്ട്, അടിപൊളിയാണ് പൊന്നുന് ഈ ഡ്രസ്സ് നന്നായിട്ട് വേണ്ടിട്ട്. അപ്പം അതിൻ്റെ ശേഷം തൊട്ട് ഞാൻ സെറ്റ് മുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ കൊടുക്കാൻ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്നു. എന്നാണ് എടുക്കുക എന്നുള്ള ആലോചനയിലായിരുന്നു. അപ്പം ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ ഇന്ന് ഞാൻ സെറ്റ് മുണ്ട് എടുക്കാൻ വെച്ചു. ഞാനും അമ്മയും സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വേഗം പോയിട്ട് അപ്പേനെ മുകളിൽ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവർ ഇത്ര നേരം ഉറങ്ങിയിട്ട് 5 മണിയൊക്കെ ഉണ്ടാവും. കുളിയെല്ലാം കഴിഞ്ഞ് എൻ്റെ മേക്കപ്പ് എല്ലാം കഴിയുമ്പോൾ 5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എണ്ണ എഴുന്നേൽപ്പിച്ചിട്ട് കുളിക്കാൻ വിട്ട് വെച്ചിട്ടുണ്ട്. കാത്തൂനും കുളിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം കുപ്പികളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും അങ്ങനെ കാത്തുമ്മ കുളിച്ച് വന്നിട്ടുണ്ട്. കാത്തുമ്മ ഭയങ്കര വാശിയാട്ടാ. തടെ നേരത്തെ എഴുന്നേറ്റേന് അങ്ങനെ അവളെ ഡ്രസ്സ് മാറ്റി ചാടി ഇരുത്തി ഞാൻ വേഗം മുടിയൊക്കെ ചിക്കോർത്ത് സെറ്റ് ആവണം. അപ്പോഴേക്ക് അമ്മ വന്നിട്ട് പൊട്ട് വെച്ചു. നീ പൊട്ട് വെച്ചില്ലല്ലോ വെച്ചിട്ട് പിന്നെ നമ്മൾ മെയിൻ പരിപാടി കുങ്കുമിടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. നമുക്ക് ഏതൊരു വീഡിയോയ്ക്കും ഭയങ്കര ഫീൽ തോന്നിക്കുന്നൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തന്നെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കുങ്കുമിടുമ്പോൾ ഭയങ്കര ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വയസ്സാണ്. അങ്ങനെ നേരെ ഗുരുവായൂർ അമ്പലത്തിലെത്തി. എത്തുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണി 6:15 പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ച പോലെയല്ല, ഭയങ്കര തിരക്കായിരുന്നു. അത്യാവശ്യം നേരം നിന്നിട്ടാണ് കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തുളസി കതിരും പൊട്ടിച്ച് മുടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാലത്ത് ഇങ്ങനെ അമ്പലത്തിൽ പോയി ഞാൻ സാധാ സെറ്റും കൂടെ കൊടുത്ത് തുളസി കതിരും വെച്ച് അമ്പലത്തിൽ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് മാത്രമല്ല ബേബിക്കും എന്നെ അങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ലുക്കിനോടാണ് ഏറ്റവും ഇഷ്ടം എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ക്രിസ്ത്യൻ ആളെ പ്രേമിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ പ്രശ്നമായിട്ട് അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഇഷ്ടങ്ങൾക്ക് പറ്റിയ ആളാണോ എന്നൊക്കെ. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങൾക്ക് പറ്റിയ ആളാണ്. എന്നെ ഇങ്ങനെ കാണാനാണ് അവന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ കാളിദാസൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ജയറാമേട്ടനും സുരേഷ് ഗോപിയേട്ടനും എല്ലാവരും കണ്ടു. രണ്ടാളും പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ചെറിയ വീഡിയോ കിട്ടിയിട്ട് അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നേരെ മുല്ലമ്പറമ്പത്തെ അമ്പലത്തിൽ വന്നു. അവിടെ കാത്തുമ്മയ്ക്ക് തൊട്ടിൽ കെട്ടാണ്ടായിരുന്നു. അവിടെ തൊട്ടിലൊക്കെ കെട്ടി. ഞാൻ വിചാരിച്ചു കാത്തുമ്മ തൊട്ടിൽ അവിടെ വെക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ പ്രാർത്ഥിച്ച് വെച്ചോളം പറഞ്ഞപ്പോൾ അവൾ അവിടെ വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തന്നെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ കാത്തുമ്മയുള്ള കളിപ്പാട്ടൊക്കെ ചോദിച്ചിട്ട് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കണം. അമ്മ അത് വേണം, അമ്മ ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ കുട്ടികൾക്ക് ഈ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കും തീരെ ഇഷ്ടമില്ല കേട്ടോ. കാരണം അത് ഒറ്റ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അത് ആ പൈസ വെറുതെ അത് പിന്നെ അവർ എവിടെയെങ്കിലും കൊണ്ടിടും. പിന്നെ അവർക്ക് വീണ്ടും പുറത്ത് പോകുമ്പോൾ പുതിയ കളിപ്പാട്ടം വേണം. പക്ഷെ ഞാൻ മേടിച്ചു കൊടുക്കാൻ തന്നെ അമ്മ മേടിച്ചു കൊടുക്കും. അപ്പം അമ്മ ഇവർക്ക് കളിപ്പാട്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കളിപ്പാട്ടൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഏട്ടനും ഞാനും കാത്തു കൂടിയിട്ട് റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മെയിൻ പരിപാടി ആട്ടത് വേറെ ഒന്നുമല്ല. കാത്തു ഞാൻ ബേബീനെ കൈ വയ്ക്കുമ്പോൾ കാത്തുനിന്ന് കൈ തട്ടി മാറ്റുന്നത് അവൾക്ക് ഭയങ്കര കുശുമ്പാട്ട. ഞാൻ ബേബീനെ തൊടാൻ പാടില്ല, കെട്ടിപ്പിടിക്കാൻ പാടില്ല, അവളപ്പയാന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ഞാൻ ആ വിട്ടു കൊടുക്കില്ലല്ലോ. ഞാനും ഒപ്പത്തിന് നിന്നാൾ മൂർച്ചയേറ്റിക്കും. പിന്നെ അവൾക്ക് വല്ല പാപ്പ് കിട്ടി കഴിഞ്ഞാൽ അത് ഞങ്ങളെല്ലാവരും വയൽ വെച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും കിട്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടം മറ്റുള്ളവർക്ക് വയൽ വെച്ച് കൊടുക്കാനാണ്. അങ്ങനെ കുറച്ച് റീലൊക്കെ എടുത്ത് അപ്പളിക്ക് ഞാൻ പറഞ്ഞു ഏട്ടാ നമുക്കൊരു പാട്ടിനുണ്ട് റീൽ എടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സമ്മതിച്ചില്ല. അപ്പയ്ക്കും മോൾക്കും മടുത്തു. അപ്പയ്ക്ക് ഉറക്കം വന്നു തുടങ്ങി. പുലർച്ചെ എഴുന്നേറ്റില്ല. അപ്പയ്ക്ക് ഉറക്കം വന്നു തുടങ്ങി. മോൾക്ക് അവിടെ ഇരുന്ന് അലമ്പാവണം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് മേശമൊക്കെ ഇരുന്ന് കാത്തു കുറച്ച് നേരം അലമ്പൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇന്ന് നീ കാത്തുവിനെ പിടിച്ചു, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് നേരം സെറ്റ് മുണ്ടൊക്കെ എടുത്തിരുന്നു. പിന്നെ ഞാൻ വേഗം പോയിട്ട് സെറ്റ് മുണ്ടൊക്കെ ഊരിയിടാൻ പോവുകയാണ്. ഈ ടൈമിൽ ഏട്ടൻ അവിടെ ഇരിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ടാണ് ഏട്ടൻ വന്ന് കിടന്നത്. അങ്ങനെ സെറ്റ് മുണ്ടൊക്കെ ഊരിയിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വെച്ചിട്ട് വന്ന് റൂമിൽ കിടന്നു. അപ്പം അമ്മയ്ക്കും അച്ഛനും ഒരു ബർത്ത്ഡേ പാർട്ടി പോകാണ്ടായിരുന്നു. അപ്പോൾ അവർ ബർത്ത്ഡേക്ക് പോയപ്പോൾ കാത്തുമ്മയും കൂടെ കരഞ്ഞിട്ട് പോയിട്ടാ. കാത്തുമ്മയ്ക്കും കാറിൽ കയറി പോകണമെന്നിട്ട് കരഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ കാത്തില്ലാത്ത എനിക്ക് ഒരു സുഖമില്ല. അപ്പം ഞാൻ ഉറങ്ങാതെ കുറേ നേരം കിടന്നു കേട്ടാ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണേ? എന്തായിരുന്നു രാവിലെ അങ്ങോട്ട് നടക്കാം ബാ.
അമ്പലത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഭക്തി മൂത്തിട്ട് പോവാന്ന് വെച്ചിട്ടാ ഇരുന്നത്. അമ്പലത്തിൽ പോണം ആഗ്രഹത്തിന്. എന്നിട്ട് പിന്നെ എനിക്കപ്പോ മനസ്സിലായത് എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് പിന്നെ മനസ്സിലായത് എപ്പോഴാ അറിയോ, അവിടെ എത്തിയിട്ട് ഇവര് അമ്പലത്തേക്ക് കയറാനൊന്നും കാണുന്നില്ല, ഇങ്ങനെ പുറത്ത് നിൽക്കുക. അപ്പൊ ഞാൻ പൊന്നിനോട് ചോദിച്ചു, പൊന്നൊന്നും കയറുന്നില്ലേ, അല്ല കല്യാണം കാണണ്ടേ? അപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്, ഇത് മെയിൻ ടാർഗറ്റ് കല്യാണമായിരുന്നു അല്ലേ? അത് പറയും കല്യാണമായിരുന്നു അല്ലേ? ഞാൻ ചോദിച്ചെന്നുള്ളത് ഓക്കെ. അപ്പൊ ഇങ്ങനെ ആ ഡേറ്റ് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല, ആയിരിക്കാം എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് വന്നു. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു, അങ്ങനെ നമുക്ക് നാളെ പോവാം. അപ്പൊ ജയറാമിനൊക്കെ കാണാം, അപ്പൊ ചെയ്യാന്ന് വെച്ചാൽ പോന്നു. അപ്പൊ അങ്ങനെ അവിടെ എത്തിയപ്പോ ഒരു ഫ്രണ്ടിനെ കണ്ടു, ഒരു മീഡിയക്കാരൻ. അപ്പൊ ആള് പറഞ്ഞു, എന്താ പറഞ്ഞു, 7:15 കെട്ടുന്നു. അത് ഏറ്റവും രസം എന്താ അറിയോ, 7:15 അല്ല കെട്ടുണ്ടായത്, അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ 7:15 കെട്ട് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് ഇറക്കാം, തിരിച്ചടക്കാം. ധൈര്യം ഞാൻ ക്യാമറ എടുക്കണം, നീ അത് ആദ്യം ആലോചിക്കണം, നീ എന്നെ സംശയിക്കരുത് പൊന്നാ. അതായത് അവളുടെ മോന്ത കണ്ടാലേ അവൾക്ക് സന്തോഷമാവുള്ളൂ, പക്ഷെ എനിക്ക് അങ്ങനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതാണ് വേറെ. എന്നിട്ട് 7:15 കെട്ടി നടക്കും, എല്ലാ മീഡിയക്കാരും പോയിട്ട് ക്യാമറയായിട്ട് കിടുക്കിടുക്കിടുക്കിട്. അപ്പൊ ആദ്യം വേറെ കല്യാണം, പക്ഷെ അതൊക്കെ കറക്റ്റ് പേര് വന്ന് പെട്ടെന്ന് കേറി. അതപ്പോ എല്ലാരും ഇതായി നടക്കുക. സത്യമായിട്ട് അതാണ് മടി പിടിച്ചു മടി. എന്താ ഭാര്യ നന്നാവാത്തെ. അപ്പൊ ഞാൻ പൊന്നുവിനെ കാണിച്ചു തരാട്ടെ. ഇനി എന്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് അവൾ ഉത്തരം തരുമോ നോക്കട്ടെ. ഓക്കെ കാത്തുമ്മ, ഉമ്മടി ആശോ ഷോത്ത ഒരു മൂടി ആശോ ഷോത്ത് മണി അപ്പഴ ഷൊത്ത അപ്പയ്ക്കുമ്മന്നെ ഓ കിട്ടി. അപ്പൊ പൊന്നിനുള്ള ചോദ്യം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ തുമ്മ പോയ തുളസി തിന്നണേ എരിയൂടി പെണ്ണെ, എരിയും പിന്നെ പൂന്നും പറഞ്ഞിട്ട് പോവും. റോക്കറ്റ് വിട്ട റോക്കറ്റ് അതെങ്ങനെയാ തുളസി പൊട്ടിച്ചത്? കിളിക്ക് തുളസി പൊട്ടിച്ച ഞങ്ങള് കിളിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് കാരണമാണ് ഇപ്പൊ മോക്കും തുളസിയോടുള്ള ഭ്രമം കൂടിയത്. കാത്തുമ്മ എരി എന്തേ അപ്പഴ ചൊത്താട്ടാ. അപ്പൊ രാവിലെ ഗുരുവായൂരൊക്കെ പോയി തൊഴുതു. ഞാൻ അവിടെ പോസ്റ്റ് ആയിരുന്നു മാത്രം എനിക്ക്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഉറങ്ങിയപ്പോ ഇവിടെ ചീത്ത പറയണു, ഫുൾ ടൈം ഉറക്കം. 4 മണിക്ക് ഇവിടെ എഴുന്നേറ്റത് 5 മണിക്ക്. എന്നിട്ട് ഞങ്ങള് ഗുരുവായൂർ തൊഴുത് വരുമ്പോ ഒരു തൊട്ടിലായിട്ടുള്ള നേർച്ചുണ്ടായിരുന്നു, മുല്ലംപറമ്പത്താവ്. അതന്നെ ആ അമ്പലത്തിന്റെ പേരാണ് ഞാൻ മറന്നത്. അത് ശരിക്കും പറയാം മുല്ലംപറമ്പത്തെന്നല്ല, ഒന്നുകൂടെ വ്യത്യാസമുണ്ട്. മുല്ലൻ പറമ്പത്ത് അങ്ങനെ എന്തോ ഇതാണ്. അവിടെ തൊട്ടിലായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി തൊട്ടിലൊക്കെ കെട്ടി വീടെത്തുമ്പോൾ ഒരു 9:30 അല്ല. അയ്യോ അതിനെക്കാട്ടും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞേ, ഞങ്ങൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കയറിയിട്ടാ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഹോട്ടൽ തന്നെയായിരുന്നു സ്ഥിരം. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ മാറി. അപ്പോൾ ആൾക്കാർ മാറിയതിൽ ഒരു മിനിറ്റ് എങ്ങനെയായിരുന്നു? ബാബേട്ടൻ പോണു ടാറ്റാ. സ്റ്റാഫ് മാറിട്ടാ. അപ്പം ഞങ്ങൾ കയറുമ്പോൾ തന്നെ എന്നുള്ള വൃത്തിയില്ല. അപ്പം ഞങ്ങൾ ഒരു മൂടില്ലാതെ നിൽക്കുന്നതായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് 2 ദോശ പറഞ്ഞത്. എനിക്കും ബബിക്കും പറഞ്ഞില്ല, അമ്മയ്ക്ക് പറഞ്ഞു, അച്ഛനും മോള് പറഞ്ഞു, കുണിക്കനും കുണിക്കും നെയ് റോസ്റ്റ് പറഞ്ഞു. വരുമ്പോ ആള് അത് സിമ്പിളായിട്ട് ഒറ്റ തുമ്മല്. അപ്പൊ ആള് കണ്ണറിയിട്ടുണ്ട് കേട്ടോ, കണ്ണിക്കേടുണ്ട്, അതില്ലാന്ന് പറയാന്ന്. ആ ഒരു തുമ്മിയിട്ട് ആള് കുണിക്കലും കുണിക്കും ദോശ വെച്ചെടുത്തു. അത് ഞാനും അമ്മയും കണ്ടു.
അപ്പൊ അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു, ചേട്ടന് വല്ല കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, കണ്ണില് വണ്ടിയുമ്പോ വരുമ്പോ പാറ്റടിച്ച. പക്ഷെ കണ്ണിക്കേടാൻ ആൾക്കാർ വിട്ടു തരുന്നില്ല. ഇത്രയും ആൾക്കാർ വരുമ്പോ കേട്ടോ. പോരാത്തിന് തുമ്പിയത് പക്ഷെ പറഞ്ഞ നിങ്ങൾ തുമ്പിയതല്ലേ, ഞാൻ മാറ്റിയാ അപ്പൊ ആൾക്കറിയാം അതൊരു മാറ്റേണ്ട കേസാണ്. എന്നിട്ട് കണ്ടില്ലെങ്കിൽ തിന്നോട്ടെ നാട്ടുകാരല്ലേ, അയാളൊന്നുമല്ലല്ലോ. തിന്നോട്ടെ അച്ഛനെ കൊണ്ടുവന്നാ മാറ്റി കൊണ്ടുവന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് ആരും തൃപ്തിയില്ല. നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ ഉള്ളിൽ എന്താന്ന് ആർക്കറിയാം. അപ്പൊ തൃപ്തി ഇല്ലാത്ത ഞങ്ങൾ കഴിക്കണോ വേണ്ട അച്ഛൻ പറഞ്ഞു. അവരെ മാറ്റി കൊടുന്നല്ല കഴിച്ചെന്നിട്ട് ഉണ്ണികൾ കഴിച്ചു, ഞാൻ കഴിച്ചില്ല. ഈ കാപ്പി പിടിക്കാൻ പോലും തൃപ്തിയില്ലാതെ ഞാൻ 2 വായിക്ക് കുടിച്ചു. ഞാൻ കട്ടൻ ചായ പറഞ്ഞില്ലേ, ചായ കുടിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ചായയിൽ ഞാൻ ഒതുക്കിയിട്ട് ഒരു ഒറ്റ സിപ്പിൽ ഒതുക്കിയിട്ട് അവസാനിപ്പിച്ചു. 2 വായിൽ ഫുള്ളും കുടിച്ചിട്ട് പോന്നു. അപ്പൊ പിന്നെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വന്നപ്പോ ഞാൻ കുറച്ച് റീലും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വെച്ച് നമ്മൾ അപ്പൊക്കെ ഇടുന്ന് ഉറക്കത്തിന് ഇപ്പോഴായിരിക്കണം. കടയില് വിളിച്ചപ്പോ അവൻ്റെ ലാസ്റ്റ് അടവാ മൂക്കടയിന്ന് പറഞ്ഞ അവനും ഇങ്ങനെ ചെറിയ പ്രശ്നമുള്ളതാണ്. അവന് മൂക്കട ഞാൻ മിണ്ടില്ല, ഞാന് ഉറങ്ങാൻ ഫ്രീഡം കൊടുക്കും, ഞാൻ എഴുന്നേൽപ്പിക്കില്ല. അവന് മൂക്കട ശ്വാസം കിട്ടുന്നില്ല എന്നാ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു, അവന് മൂക്കയില് പ്രശ്നം, മൂക്കടഞ്ഞുള്ള അവസ്ഥ അവന്റെ ഉറക്കം കണ്ടെനിക്ക് അറിയാം. അവള് മുഖത്തെന്താ തുളസി ഇതൊക്കെ എടുത്തിട്ട് പെണ്ണേ ഇതെന്തത് നമുക്ക് കിളിക്ക് തീറ്റ കൊടുക്കാൻ പോവാണോ? ഇവന്റെ ഉറക്കം കഴിഞ്ഞിട്ടും ഇവൻ വരുന്നതാണല്ലോ. ഞാൻ നോക്കിയപ്പോ ബുക്കിങ്ങിന്റെ വർക്കിന്റെ ഒക്കെ നോക്കിയിരുന്നു, അതുകൊണ്ട് ഞാൻ വെറുതെ ഇട്ടു. ആ തലയത്തെ മുല്ലപ്പൂ കളഞ്ഞില്ല, നന്നായി കൂടെ എന്റെ വയറിലെ കളഞ്ഞത്. കാത്തുമ്മ കാത്തോ, ഇത് ഏതൊക്കെ കൂടെയാടി പോയത്? ഇല്ല, എനിക്ക് തന്നെ കളയണം. പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാ ചാവക്കാട് വേണം, എനിക്ക് മീൻ വാങ്ങണം. എന്റെ ഡയറ്റില് എനിക്ക് ഏറ്റവും വലിയതാണ് എന്റെ ഡയറ്റില്. എനിക്ക് അതിന്റെ എന്ത് വേണോ? മുല്ലപ്പൂ വേണോ? അന്റെ കുഞ്ഞു പെണ്ണിന് ഇതാ. അയ്യോ പോയാ. അമ്മയ്ക്ക് ചുരിദാർ വാങ്ങാണ്ട്, പിന്നെ അമ്മയ്ക്ക് എന്തൊരു വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് പോവാണ്. അത് കഴിഞ്ഞ പിന്നെ നേരെ ഞാൻ നമ്മുടെ വീട്ടിൽ, എന്റെ വീട്ടിലേക്ക്. കാരണം നമ്മുടെ കാറ് കിട്ടിയില്ല കേട്ടാ, കാറ് കിട്ടിയില്ല. അപ്പൊ അതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. എനിക്കൊന്ന് നമ്മള് വീട് മാറിയതിന് ശേഷം ഒരു വട്ടവട നിന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ നിന്നിട്ടില്ല. ഇന്നലെ നിക്കാത്തന്റെ ചൂടട്ടാ. ഏസി നമ്മളെ വീട്ടിൽ കൊണ്ടുപോയല്ലോ, ഇവിടെ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല ഉറങ്ങാൻ. പിന്നെ ഇന്നലെയാണ് ഞാൻ വന്നിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. ശരിക്കും ഇപ്പോൾ ശരിക്കും കല്യാണം കുട്ടികളൊക്കെ നിൽക്കാൻ വരുന്ന പോലത്തെ ഫീലായി. ഞാൻ എന്ന് പോയിട്ടുണ്ട്, നിൽക്കലില്ലാന്നുള്ളൂ. ഞാൻ ഇന്ന് വന്നിട്ട് ഫുഡ് കണ്ട് അമ്മയുടെ ഫുഡൊക്കെ എല്ലാവരും മിസ് ചെയ്യുന്നു. ഞാൻ എന്തല്ല അത് പുറക്കിന്നിട്ട് ഞാൻ പോകാറില്ലോ. അല്ല, ജിമ്മിന് വരുമ്പോ ഇവരും കൂട്ടിയിട്ടാണ് നമ്മൾ പോവാറ്. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും, ജിമ്മിനോ ടൈം ആകുമ്പോൾ ഇങ്ങോട്ട് വരും. ഇവിടെ ഞങ്ങളെല്ലാം കൂടി ജിമ്മിന് പോകും. അവ കുഞ്ഞനും കുണുക്കനും കുണിക്കും കാത്തും വീട്ടിലേക്കും. ഇവൾക്ക് കുണുക്കന്നെ വേറെ ഓരും വേണ്ട, കുണുക്കമ്പരാന്തിയാ. അടി ഉണ്ടാക്കും ചൂട്ടാ. അതേപോലെ നല്ല അടി ഉണ്ടാക്കും. ഇന്ന് അടി ഉണ്ടാക്കിയല്ലോ അല്ല കാത്തുമ്മ? കളിപ്പാട്ടത്തിന് വേണ്ടിട്ട്. ഇന്ന് കളിപ്പാട്ടത്തിൽ പാട്ടില് 3 കളിക്കേണ്ട പ്രായമല്ലേ, 3 കളിപ്പാട്ടം അതിന് കൊടുത്തോടെ. അതിന് എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളത് കിട്ടിയിട്ട് അടങ്ങുള്ളൂ, അല്ലെ കിടുകിടുകിടുകെന്നും പറഞ്ഞിട്ട് ഇരിപ്പാക്കും. ഞങ്ങൾ ജിമ്മിന് പോയി വന്നു കഴിഞ്ഞാൽ ഇനി അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കയറ്റിയിട്ടേ പോളാം. കാരണം അത്ര അധ്വാനിച്ചു വരുമ്പോ എന്തായാലും എന്തെങ്കിലും കയറ്റിയിട്ട് പോവാൻ പാടുള്ളൂ, ഞാൻ പോകാൻ പാടുള്ളൂ, അങ്ങനെ പോകല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളായ അപ്പൊ ഇന്ന് ചാവക്കാട് പോവും. അതിന്റെ ഒന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ, കാരണം പിന്നെ ഏട്ടൻ നീ ഒരു വിഷമക്കാരി അറിഞ്ഞാണോ? എന്താ ഹാങ്കാരി ബേജർക്ക് ഡിലീറ്റ് ചെയ്ത് പോയി. എന്താ നമ്മള് പറഞ്ഞത്? അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് സൈബറിലൊക്കെ കൊടുത്തതാ, അത് ചെയ്യാൻ പാടില്ല കേട്ടാ. അതൊന്നാമത് ഞാൻ അതിന്റെ ഇത് സാറിനോട് ചോദിച്ചപ്പോൾ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാട്ടാ. അപ്പൊ അതെന്തേലും അത് പിന്നെ പറയാം, അതിപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോയില് നമ്മളൊരു വീഡിയോയിൽ ചുമ്മാ പറയുമ്പോഴേക്കും അവളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇത്ര തഞ്ചാടും തെളിവൊക്കെ എടുത്ത് മുതൽ ഇങ്ങനെ പോയി. നമ്മളെന്ത് ഞങ്ങളൊന്ന് പറ്റിച്ച് വെക്കും വിളിക്കോ ആള് പോയി.
നമ്മളെ കൊറേ നാളായിട്ട് ഇരുന്ന് ചൊറിഞ്ഞോണ്ടിരിക്കല്ലേ. അതിന് വരട്ടെ, വരണം. എനിക്ക് വരാൻ വേണ്ടിട്ടാ ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അവളെ അക്കൗണ്ട് ഇരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ബിനോയ് പോൾ ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം ബിനോയേട്ടെ. ഇനി ബിനോയേട്ടന്റെ കമന്റ് വന്നില്ല. അയച്ച ബിനോയേട്ടാ വാ, ബിനോയേട്ട വാ, ബിനോയേട്ടാ എനിക്ക് ബിനോയേട്ടൻ ഇല്ലാതെ പറ്റില്ല ബിനോയേട്ടാ. നല്ല ഉറക്കത്തിന്റെ ഇതിൽ തന്നെയാണ് നിക്കണത്. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് നിങ്ങളിപ്പോ എവിടേക്കാ? അവിടേക്കാ? കാത്തുമ്മ ടാറ്റു കൊടുക്കണില്ലേ? അപ്പൊ എന്തായാലും ഇതാ ഇവര് പോണു. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് എയർ ഡ്രോപ്പ് ചെയ്ത് വാങ്ങട്ടെ. ക്രിസ്മസ് ട്രീ ഇതാണ് കേട്ടാ. അച്ഛൻ ചെയ്ത് വെച്ചാണ്ട്. ഇതൊക്കെ ഇനി ഞാൻ കണക്ഷൻ കൊടുക്കണം. ഇവിടെ ഒന്ന് ഇനി കണക്ഷൻ കൊടുക്കാൻ നോക്കി ഇവിടെ ഒന്ന് ഇട്ടാ. ഒന്ന് അതാ 2, അവിടെ ഒന്ന് 3, അവിടെ ഒന്ന് 4. ഇതിനൊക്കെ ഞാൻ പിന്നെ ഇവിടെ ഇവിടെ ഒന്ന് അതേ 5. ഇതൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കും മല്ലയ്യ? ഇനി കുണുക്കി അവിടെ നല്ല ഉറക്കത്തിലാണ് ട്ടാ. ഇത് കണ്ട സ്റ്റാർ കുടുക്കച്ച സാധനമായില്ലേ, അതാണ്. ഇനി നമ്മള് കുണുക്കിന് അവിടെ ഉറക്കാണ്, ഗംഭീര ഉറക്കം. മാമനെ വിളിച്ചേ, കുക്കനെ വിളി. കൂക്കിപ്പന്നെ കുണിക്ക് അന്റെ സ്വത്താണ് കൂക്കിപ്പെണ്ണ്. അത് മുത്തച്ചത്തര് മുത്തക്കട പെണ്ണാണ്ട് ആ ടക്കട പെണ്ണാണ്ട് എഴുതിയേക്കണേ. അവിടെ നോക്കിയേ, ഇതെന്താ ഹമ്പ് പൊന്തുണ്ട ബാക്കിന്ന്. കാത്തുമ്മ കുക്കനെ വിളി. എന്താ കൊടുക്ക? വണ്ടി പൊന്തുണ്ട അവിടുന്ന്. എന്താ പോണ്ട? നമുക്ക് ചാവക്കാട് പോണ്ടേ? കുണുക്കണ്ടേ ചാവക്കാടേക്ക്? ഇതെന്താണത്? അമ്പോ, ഒരാൾ എഴുന്നേറ്റപ്പോ ഒരാൾ കിടക്കണ നോക്ക്. അയ്യോ കാത്തുന്റെ കാത്തുന്റെ സ്വന്തം അല്ലേ? ചാവക്കാട് പോണോ? എഴുന്നേക്ക്. ചെറുതായിട്ട് ഈഗോ അടിക്കാനുള്ള സാർ. അതും മാത്രല്ല, ഇന്നലെ ചക്കമ്മ ട്രൗസർ മേട്ടപ്പളേ അമ്മ ഇച്ച് അപ്പൊ എന്നാ കാത്തുമോൾക്ക് ഇതേപോലത്തെ ഡ്രസ്സാണ്. അതേപോലത്തെ ഡ്രസ്സൊക്കെ ചോദിക്കാൻ രണ്ടു എന്താണ്? ഞങ്ങള് ജിമ്മിന് പോകുമ്പോളെ സെറ്റുകാരാട്ടാ. മാവന്റെ കുട്ടിയാ? ജിമ്മിന് പോകുമ്പോ കുണുക്കള് മാന്തുണ്ട്. എന്റെ മാന്തിന് കുക്ക എന്നൊക്കെ ചാവക്കാട് പോവാ. 3 കെട്ടിപ്പിടിച്ചേക്ക്. ഇതിനാണ് ഇത്തിരി ചെറിയൊരു വിഷമല്ല. ചേട്ടൻ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ബൈ.